കള്ളക്രിസ്തുക്കൾ എഴുന്നേറ്റ് വരും. അധർമ്മം പെരുകുന്നുണ്ട്, അനേകരുടെ സ്നേഹം തണുത്തു പോകും. കള്ള പ്രവാചകന്മാർ എഴുന്നേൽക്കും. ക്ഷാമം ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, പകർച്ചവ്യാധി ഉണ്ടാകും. രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും ഹല്ലേലൂയ പ്രസംഗിക്കപ്പെടും. അങ്ങനെ 10 അടയാളം നമുക്കവിടെ കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഇന്ന് ഈ അടയാളങ്ങളെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ പകർച്ചവ്യാധികള്, യുദ്ധങ്ങള്, യുദ്ധശ്രുതികള്, ഹല്ലേലൂയ എല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഹല്ലേലൂയ പഠനത്തിൽ ഒരു വിഷയം മാത്രമാണ് നടന്ന് കഴിയാത്തത്. കാരണം രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതും ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്ന മീഡിയാസ് എല്ലാം 24 hours കർത്താവായ യേശുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ നമ്മുടെ കർത്താവിന്റെ വരവ് വാതുക്കൽ. ഹല്ലേലൂയ ലോകം ഹല്ലേലൂയ കണ്ട ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു യേശു. യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് തനിക്ക് വരാമെന്ന എല്ലാ കാര്യങ്ങളും തന്നെ ശിഷ്യന്മാരോട് പറയുവാൻ തുടങ്ങി. യേശു ഇന്നവിധം മരിക്കുമെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും പിന്നെ ചില ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് മടങ്ങി തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുമെന്നും അത് കഴിഞ്ഞ ശേഷം കർത്താവ് മടങ്ങി വരുമെന്നും ഉള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാനിടയായി. ആ പ്രവചനങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇനി അതിപ്രധാനമായ 2 സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതേ നാം പ്രത്യാശിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വരവ് ലോക അവസാനം. ഹല്ലേലൂയ അതിനുള്ള സമയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം ഹല്ലേലൂയ അതിന്റെ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ നോഹയുടെ കാലം എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് പഠിക്കുവാനിടയായി. എന്തായിരുന്നു നോഹയുടെ കാലം? ചില വിഷയങ്ങൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുവാനിടയായി. ഒന്നാമത് എ ടൈം ഓഫ് ആൻ എക്സ്പ്ലോറിംഗ് പോപ്പുലേഷൻ. അതേ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ ജനം പെരുകി തുടങ്ങി. അതേ ഹല്ലേലൂയ ആ ഒരു കാലഘട്ടം പോലെയാണ് ഇന്നത്തെ കാലഘട്ടവും. ഹല്ലേലൂയ ഭൂമിയിൽ ജനം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ നാം പഠിക്കുമ്പോൾ ഏതാണ്ട് 8.3 ബില്യൺ ജനം ഈ ഭൂമിയിലുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് 2033 ആകുമ്പോൾ ഏതാണ്ട് 9 ബില്യൺ ജനം ഉണ്ടാകുമെന്നാണ്. ഈ ഭൂമിക്ക് താങ്ങുവാൻ കഴിയാത്തൊരു ജനമുണ്ടാകും. ഇത് കർത്താവിന്റെ വരവിന്റെ അല്ലെങ്കിൽ ലോകാവസാനത്തിന്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമത് നാം പഠിക്കുമ്പോൾ എ ടൈം ഓഫ് സെക്ഷുവൽ പെർവേഷൻ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യപുത്രിമാരെക്കാൾ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തനിക്ക് ബോധിച്ചവരൊക്കെയും ഭാര്യമാരായി തുടങ്ങി. അതേ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അവർ ലംഘിക്കുവാൻ ഇടയായി തീർന്നു. അതേ ഇന്നത്തെ കാലയളവ് നാം നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മതസ്ഥരുമായി നിഷ്പ്രയാസം അവർ വിവാഹം കഴിച്ചു പോവുകയാണ്. ഒരു സഭാകമ്പവുമില്ല. ഹല്ലേലൂയ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു വിവാഹ ജീവിതത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. പുരുഷൻ സ്ത്രീ ബന്ധമാണ് ഒരു വിവാഹം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഹല്ലേലൂയ കാലഘട്ടത്തിൽ വെസ്റ്റേൺ കൾച്ചറും നമ്മുടെ ഇന്ത്യയിലും കടന്നു വരുവാനിടയായി. പുരുഷനെ വിവാഹം കഴിക്കാം, സ്ത്രീക്ക് സ്ത്രീയെ വിവാഹം കഴിക്കാം. ദൈവം വെച്ചിരുന്ന നിയമം തട്ടിമാറ്റുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കർത്താവ് വരാറായി. ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണം. ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ ഒരു ലക്ഷണമായി നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. മൂന്നാമത് എ ടൈം വെൻ ട്രാൻസ്ഹ്യൂമാനിസം ഒക്കേർഡ്. എന്താണ് ഈ ട്രാൻസ്ഹ്യൂമാനിസം എന്ന് പറയുന്നത്? ജൈവശാസ്ത്രപരമായ പരിമിതികളെ മറികടക്കുക, വാർദ്ധക്യത്തെ ഇല്ലാതാക്കുക, അമർത്തത കൈവരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ശാസ്ത്ര സാങ്കേതിക സംയോജിത വിദ്യകൾ ഉപയോഗിച്ച് മനുഷ്യ കുലത്തെ നവീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ട്രാൻസ്ഹ്യൂമാനിസം. ഞാൻ ഉൾപ്പെടെ വാർദ്ധക്യം ഇന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നമ്മളെല്ലാം യൗവനക്കാരായി ഇരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ ഈ അധിവസിക്കുന്ന യുഗത്തില് അനേക ലക്ഷങ്ങൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് സിനിമ ആക്ടേഴ്സ് ഒക്കെ കോടികളാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. അവർ ഈ പ്ലാസ്റ്റിക് സർജറിയും അതിനുവേണ്ടി കാരണങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ യുവത്വം നിലനിർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ ഒരു AI യുഗത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഓർക്കുക. ഇതും കർത്താവിന്റെ വരവിന്റെ ഒരു ലക്ഷണമാണ്. അടുത്തതായി നാം ചിന്തിക്കുമ്പോൾ എ ടൈം ഓഫ് ഡാർക്ക് സ്പിരിച്വൽ ആക്ടിവിറ്റി. അതേ ആത്മീയ ജീവിതം ഇരുണ്ടതായി മാറുവാനിടയായി തീർന്നു. കയ്യൻ
പട്ടണം പണിയുവാൻ തുടങ്ങി. ദൈവത്തെ ആരാധിപ്പാനായി ദൈവം നിർമ്മിച്ച മനുഷ്യന് ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം അവൻ പട്ടണം പണിയാൻ തുടങ്ങി. കയ്യിനോദ് എന്നൊരു പട്ടണം പണിയുവാനിടയായി തീർന്നു. ഇന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ സഭകളിൽ ആരാധിക്കുന്ന യുവതലമുറ വളരെ കുറവാണ്. അനേക പള്ളികൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. UK പറ്റിയൊക്കെ നാം പഠിക്കുമ്പോൾ പല വീഡിയോസും നമ്മൾ കണ്ടു. അനേക സഭകള് ഇന്ന് പൂട്ടിയിടുകയാണ്. അനേക സഭകള് സിനിമാശാലകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവത്തെ ആരാധിപ്പാനായി ആർക്കും മനസ്സില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക്, ഇരുണ്ട ആത്മീയ ജീവിതത്തിലേക്കാണ് ദൈവമക്കളെ നാം കടന്നു വന്നിരിക്കുന്നത്. അടുത്ത നാം പഠിക്കുമ്പോൾ a time when evil was continually in the heart of man. അവിടെ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പഠിക്കുന്നു. ദുഷ്ടന്മാരായി മാറി. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ നിരൂപണങ്ങളൊക്കെയും അവന്റെ ഹൃദയ വിചാരങ്ങളൊക്കെയും അതിക്രമം നിറഞ്ഞതാണെന്നും യഹോവ കണ്ടു. അതേ, ഇന്ന് മനുഷ്യര് വലിയ ദുഷ്ടന്മാരായി കൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് പേഷ്യൻസ് ഇല്ല, ഹ്യൂമാനിറ്റി ഇല്ല, റെസ്പെക്ട് ഇല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ തലമുറ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിനം ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു +1 പഠിക്കുന്ന ഒരു കുഞ്ഞ് അവനോട് അധ്യാപകൻ ചോദിച്ചു, നീ മദ്യപിച്ചിട്ടുണ്ടോ? അവൻ ആ അധ്യാപകനെ, ഒരു പ്രായമുള്ള അധ്യാപകനാണ്, അവന് ഇരു കർണത്തും അധ്യാപകനെ അടിക്കുന്നത് കാണുവാനിടയായി തീർന്നു. അത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ അധ്യാപകരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭയമായിരുന്നു. അവർ നമ്മെ ശിക്ഷിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് തലമുറകളോടൊന്നും പറയാൻ പറ്റത്തില്ല. ഗുണമോ ദോഷമോ പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളോട് പഠിക്കണമെന്ന് പറഞ്ഞാൽ പേരൻസ് വഴക്ക് പറഞ്ഞാൽ അവരുടനെ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അതേ മനുഷ്യരൊക്കെയും ദുഷ്ടന്മാരായി മാറിയിരിക്കുന്നു. പിന്നെ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, എ ടൈം ഓഫ് വൈഡ് സ്പ്രെഡ് വയലൻസ്. ഭൂമി അതിക്രമങ്ങളൊക്കെ ഉണ്ട് നിറയുവാനിടയായി തീർന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം നോക്കിയപ്പോൾ ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഭൂമിയെ മൊത്തമായി നശിപ്പിക്കാൻ, ഈ മനുഷ്യരെ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കുമെന്ന് ചെയ്തു. ഇന്ന് വയലൻസ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കലിയുഗമാണെന്ന്. റെബല്ലിയസ് സ്പിരിറ്റ് ആണ് ഇന്ന് നമ്മുടെ ഭൂമിയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അനേക അതിക്രമങ്ങൾ. 2 ആഴ്ചക്ക് മുന്നേ ഒരു സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞല്ലോ. ഒരു സഹോദരി ചായ കൊടുക്കാൻ താമസിച്ചതിന് അമ്മയമ്മ മരുമകളെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അറക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നാം ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കർത്താവ് പറഞ്ഞു, നോഹയുടെ കാലം പോലെ മനുഷ്യന്റെ വരഭാഗം. ദൈവവചനം മനുഷ്യർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ കർത്താവ് വാദത്തിലാണ്. നോഹയുടെ കാലത്തെ ന്യായവിധി ഉണ്ടാകാനുള്ള 3 കാരണങ്ങളുടെ പറഞ്ഞുകൊണ്ട് ഞാൻ ദിവസത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യൂഷ്വൽ ലൈഫ്. നാം ഇങ്ങനെ വായിക്കുന്നു, നോഹയുടെ കാലം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. തിന്നുക, കുടിക്കുക, വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചെന്നറിയാവോ? attention to God. ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം മനുഷ്യമായ ശരീര ആവശ്യങ്ങളായ ആഹാരത്തിന് വേണ്ടി, വിനോദത്തിന് വേണ്ടി, വ്യാപാരത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുവാൻ തുടങ്ങി. മനുഷ്യൻ വിചാരപ്പെടുവാൻ തുടങ്ങി. ദൈവത്തെ ആരാധിപ്പാൻ അവർ മറന്നുപോയി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ന്യായവിധി നോഹയുടെ കാലഘട്ടത്തിൽ വരുവാനിടയായി തീർന്നു. 2ാമത് ഇങ്ങനെ പഠിക്കുന്നു, അവയർനെസ്. അവർക്കറിയായിരുന്നു. അവർ നോഹയുടെ പെട്ടകം എന്ന് പറയുന്നത് ഒരു ചെറിയ പെട്ടകമല്ല. അതിന്റെ അളവുകൾ നാം പഠിക്കുമ്പോൾ 750 അടി നീളം, 75 അടി വീതി, 45 അടി ഉയരമുള്ള ഏതാണ്ട് 1,00,000 ടൺ വസ്തുക്കൾ ശേഖരിക്കാവുന്ന ഒരു പെട്ടകമായിരുന്നു. ആ പെട്ടകം എത്ര വർഷം കൊണ്ട് പണിതുവെന്ന് ദൈവവചനത്തിൽ നാം കാണുന്നില്ല. എന്നാൽ അനേക വർഷങ്ങൾ എടുത്തു കാണും. എന്നാൽ ഈ പെട്ടകം പണിയതോടുകൂടി നോഹ വിളിച്ചു പറയുകയാണ്, ഒരു വലിയ ന്യായവിധി വരുന്നു, ഒരു വലിയ മഴ വരുന്നു. ഈ പെട്ടകത്തിൽ നിങ്ങൾ കയറി രക്ഷ പ്രാപിക്കണം. എന്നാൽ പ്രിയ ദൈവമക്കളെ, അന്നുള്ള ജനം
മഴ എന്താണെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ അവർ അതുവരെ മഴ കണ്ടിട്ടില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് ഒഴുകി ഹല്ലേലൂയ പൊങ്ങി നിലം നനച്ചിരുന്നു എന്നാണ് നാം പഠിക്കുന്നത്. ഹല്ലേലൂയ അതുകൊണ്ട് അവർക്ക് കർത്താവ് ഹല്ലേലൂയ ആ ന്യായവിധി അയക്കുമെന്നൊന്നും പറഞ്ഞപ്പോഴത്തേന് ഹല്ലേലൂയ അവർ വിശ്വസിച്ചില്ല. അതേ ഹല്ലേലൂയ നോഹ ഹല്ലേലൂയ ദൈവവചനത്തിൽ ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നില്ലെങ്കിലും പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, നീതി പ്രസംഗിയായ നോഹ ഹല്ലേലൂയ അതേ നോഹ പ്രസംഗിക്കുന്നു ഹല്ലേലൂയ. എന്നാൽ അവർ ഹല്ലേലൂയ അതിന് ചെവി കൊടുത്തില്ല. അതേ ഇന്നും നമ്മൾ ഇവിടെ വിളിച്ചു പറയുന്ന സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. ക്രിസ്തുവാണ് പെട്ടകത്തിൽ കൂടെ ഹല്ലേലൂയ രക്ഷപ്പെടുത്തീൻ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഈ സുവിശേഷം നിങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ വലിയ ന്യായവിധിക്ക് കാരണമായി തീരുവാനിടയാകും. അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള അനേക ദൈവദാസന്മാർ ദാസിമാർ ഹല്ലേലൂയ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. അതേ ദൈവവചനത്തിൽ വായിക്കുന്നു ഹല്ലേലൂയ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഹല്ലേലൂയ ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആർക്കും കഴിയില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീരാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ ആകയാൽ കർത്താവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു മനുഷ്യൻ പാപിയാണ്. ഹല്ലേലൂയ ഈ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ അതേപോലെ വായിക്കുന്നു മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ കീഴെ മനുഷ്യരുടെ മേൽ ഹല്ലേലൂയ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ അതേ ഞങ്ങളെ ഹല്ലേലൂയ പണമൊക്കെ ചെലവഴിച്ച് ഇങ്ങനെയുള്ള മീറ്റിംഗുകൾ നടത്തുന്നത് ഹല്ലേലൂയ നിങ്ങൾ ആരും നശിച്ചു പോകരുത്. അല്ലെ മനുഷ്യനൊരു ആത്മാവുണ്ട്. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ കരുതണം. അതിനുവേണ്ടി നിങ്ങളുടെ ഒരു പണവും വേണ്ട. ഹല്ലേലൂയ കർമാനുഷ്ഠങ്ങൾ ചെയ്യണ്ട, ആചാരാനുഷ്ഠങ്ങൾ ചെയ്യണ്ട. പിന്നെ ഒന്ന് മാത്രം വിശ്വസിക്കുക. റോമാലേഖനം 10:9 ഇങ്ങനെ വായിക്കുന്നു കർത്താവിനെ അല്ലെങ്കിൽ യേശുവിനെ രക്ഷിതാവെന്നും ദൈവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾക്ക് ദൈവമക്കളാകുവാൻ അവകാശം ദൈവം തന്നിരിക്കുന്നു. അതേ നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്താൽ മതി. കർത്താവ് മടങ്ങി വരും. മടങ്ങി വരുന്നത് ചേർപ്പാനാണ്. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ചേർക്കുന്ന ദൈവജനത്തെയാണ് കർത്താവ് ചേർപ്പാനായി വരുന്നത്. നിങ്ങൾ ചിന്തിക്കുക, അതിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ? മൂന്നാമത്തെ വിഷയം സഡൻലി ജഡ്ജ്മെന്റ്. നോഹയുടെ ആ ന്യായവിധി വളരെ പെട്ടെന്നായിരുന്നു. ദൈവത്തിന്റെ ദൈവം പറഞ്ഞ അപ്രകാരം നോഹ പെട്ടകം പണിതു. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിയുവാനിടയായി തീർന്നു. കർത്താവ് വർണ്ണിച്ചതിന് ഒന്നും അവൻ എതിരെ ചോദിച്ചില്ല. വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായി തീരും. നോഹയും കുടുംബവും 8 പേർ മാത്രമാണ് ആ പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിച്ചത്. മൃഗങ്ങളും ശുദ്ധിയുള്ള മൃഗങ്ങളും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളും നോഹയും കുടുംബവും 8 പേർ പെട്ടകത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അവർ പെട്ടകത്തിൽ കയറി 7 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം വന്ന് വാതിൽ അടച്ചു കേട്ടോ. അതേ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നോഹയുടെ റിലേറ്റീവ്സ് നെയ്ബേഴ്സ് ഒക്കെ വന്ന് ആ പെട്ടകത്തിൽ മുട്ടിക്കാണും. നോഹയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വാതിൽ അടച്ചത് ദൈവമാണ്. ഇനി അധികം സമയമില്ല. ഈ സുവിശേഷത്തിന്റെ വാതിൽ അടയാറായി. ആ സമയം ഇതാണ് സുപ്രസാദ കാലം. ഇതാണ് രക്ഷാ ദിവസം. എന്റെ അയൽവാസികളായ പ്രിയപ്പെട്ടവരോടെല്ലാം ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരു സന്ദേശമാണ്. ക്രിസ്തുവാണ് പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിച്ചുകൊള്ളുകയും. അതേ ഞാൻ പറഞ്ഞ പോലെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങള് അവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മൾ ദുരിതത്തിന്റെ അലയടികൾ നമ്മുടെ കിച്ചണിൽ വരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനമില്ല. പ്രാദേശിക തലത്തിൽ സമാധാനമില്ല. അനേക ജനങ്ങള് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയും കാണുമ്പോൾ ദൈവമക്കളാണ് നമുക്ക് നമ്മുടെ പ്രത്യാശ ഉണർത്തട്ടെ. കർത്താവിന്റെ വരവ് വാദത്തിലാണ്. അതിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിനെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ ഇഷ്ടമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ
കഴിയുമെങ്കിൽ നിങ്ങളെ ഇരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. യേശുവേ ഹല്ലേലൂയ, നീ അവന്റെ പാപങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രായശ്ചിത്തമായി അവസാനത്തുള്ള രക്തവും കൂട്ടിത്തന്ന് എനിക്ക് വേണ്ടി മരിച്ചുവെങ്കില് ഇന്ന് മുതൽ ഞാൻ എന്റെ വൈതലായി ജീവിക്കാമെന്നുള്ള തീരുമാനത്തോടെ കർത്താവിന്റെ വരവെങ്കില് ആരും കൈവിടപ്പെടാതെ എല്ലാവരും നിത്യ രാജ്യത്തിന് അവകാശമായി തീരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടും ദൈവമക്കളാദനങ്ങളെ അല്ലെ പ്രത്യാശയിലേക്ക് ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് ഇനി സമയം അനുവദിച്ചെന്ന ദിവസന്മാരുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് എഴുതുകൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.